അബൂ ഹനീഫ ഇമാമിന് ഒരു കള്ളുകുടിയനായ അയൽവാസി ഉണ്ടായിരുന്നു. അയാൾ ഒരു ചെരുപ്പുകുത്തിയായിരുന്നു. ജോലിയെല്ലാം കഴിഞ്ഞ് രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് ആ മനുഷ്യൻ കള്ളു കുടിച്ച് പാട്ടുപാടും. എല്ലാ ദിവസവും അബൂ ഹനീഫ ഇമാമ് ഈ കള്ളുകുടിയനായ മനുഷ്യന്റെ പാട്ട് കേൾക്കാറുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ കള്ളുകുടിയനായ മനുഷ്യന്റെ പാട്ട് കേൾക്കാതായി. അബൂ ഹനീഫ ഇമാമ് ആ മനുഷ്യന്റെ വീട്ടുകാരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് രാത്രി പോലീസ് വന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നതാണ്. പിറ്റേ ദിവസം രാവിലെ അബൂ ഹനീഫ ഇമാമ് ആ രാജാവിനെ കാണാൻ വേണ്ടി പുറപ്പെടുകയാണ്. കൊട്ടാരത്തിന്റെ അടുത്തെത്തിയ ഇമാമ് അകത്തേക്ക് കടക്കാൻ കാവൽക്കാരോട് സമ്മതം ചോദിക്കുന്നുണ്ട്. ഇമാമിനെ വാഹനത്തിൽ നിന്നും താഴെ ഇറക്കാതെ കൊണ്ടുവരാനും ദർബാറിലെ പരവതാനിയിലെത്തിയാൽ ഇറങ്ങാൻ പറഞ്ഞാൽ മതിയെന്ന് രാജാവ് ആവശ്യപ്പെടുന്നുണ്ട്. രാജാവ് ചോദിക്കുന്നുണ്ട്, അങ്ങ് വന്നതിന്റെ കാരണം എന്താണ്? അപ്പോ അബൂ ഹനീഫ ഇമാം പറയുന്നു, തന്റെ അയൽവാസിക്ക് ശുപാർശ ചെയ്യാൻ വന്നതാണെന്ന്. ഇത് കേട്ട രാജാവ് അയൽവാസിയെ മാത്രമല്ല അന്ന് രാത്രി അറസ്റ്റ് ചെയ്ത മുഴുവൻ ആളുകളെയും വെറുതെ വിടാൻ കൽപ്പിച്ചു. അബൂ ഹനീഫ ഇമാമ് വാഹനത്തിൽ കയറി തിരിച്ചു മടങ്ങുമ്പോ അയൽവാസിയോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ കൈവെടിഞ്ഞില്ലല്ലോ? അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, അയൽവാസിയായ കാരണം നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. അബൂ ഹനീഫ ഇമാമിന്റെ ഈ പ്രവൃത്തി കൊണ്ട് ആ മനുഷ്യൻ കള്ളുകുടി നിർത്തി നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി.